ജനങ്ങളെ പുച്ഛിക്കുന്ന തരത്തിലാണ് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പ്രവർത്തിച്ചത്. അധികാരം കിട്ടി 2 ആഴ്ച തികയും മുമ്പേ സ്വന്തം സഹോദരി ഭർത്താവിനെ സ്വന്തം സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഉയർന്ന ശമ്പള നിരക്കിൽ നിയമിച്ചിരിക്കുകയാണ്. ഹലോ, നമസ്കാരമുണ്ട്. നമ്മുടെ വിനു വി ജോണിൻ്റെ വർത്തമാനങ്ങൾ കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് തോന്നിയത്? കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ടോ ഈ പിണറായി വിജയനെയും കൂട്ടരെയും അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ട് UDF എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ തിരിച്ചു കയറ്റാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത കുറേ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാളുടെ വാക്കാണ് നമ്മൾ കേട്ടത്. അധികാരം കിട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ഈ വിനു വി ജോണിന് മടുത്തിരിക്കുന്നു. അതേ എന്താ അറിയോ, നമ്മുടെ ഈ കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറില്ലേ, അദ്ദേഹം മന്ത്രിയും കൂടായല്ലോ, വിദ്യുത് ശക്തി മന്ത്രിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രിസ്ഥാനം കിട്ടിയതല്ലേ, എന്നാൽ തൻ്റെ അളിയനും കൂടെ ഒരു പണിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്, പ്രൈവറ്റ് സെക്രട്ടറിയോ മറ്റോ ആയിട്ട് പേഴ്സണൽ സ്റ്റാഫിൽ ഒരു നിയമനം കൊടുത്തു. 2 ഗുണമുണ്ട്. വിശ്വസ്തനായ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളാവുമ്പോൾ എല്ലാ സമയത്തും അവിടെ ഒരാളായി വിശ്വസ്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ആജീവനാന്ത പെൻഷനും സുഖമായി. പിന്നെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ ഒരു 5 കൊല്ലം പോയി കഴിഞ്ഞാലും പെൻഷനും കിട്ടും. അപ്പോൾ അദ്ദേഹം വേറെ നിയമപരമായി അതിന് തടസ്സമൊന്നുമില്ല. മന്ത്രിക്ക് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആരെ നിശ്ചയിക്കണം എന്നൊക്കെ അവർക്ക് അധികാരമുണ്ട്. അതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു വാചകം പറയും, ഈ സ്വജനപക്ഷപാതമൊന്നും കാണിക്കില്ല എന്ന്. അതിന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ധാർമ്മികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. UDF അധികാരം കിട്ടാൻ വേണ്ടി ഒരുപാട് നാക്കിട്ടടിച്ചിട്ടുണ്ട് നമ്മുടെ വിനു വി ജോണൊക്കെ. ഈ അന്തിച്ചർച്ചകളിലൊക്കെ ഇരുന്നുകൊണ്ട് പിണറായി വിജയനെയും ആ സംഘത്തെയും ഒക്കെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിയൊരു മാധ്യമപ്രവർത്തനം കൂടിയാണ് നമ്മുടെ വിനു വി ജോൺ. പ്രത്യേകിച്ചും നമ്മുടെ മരുമോനൊക്കെ മന്ത്രിയായിരുന്നല്ലോ പിണറായിയുടെ. അതിനെതിരെയൊക്കെ ഘോരം പ്രസംഗിച്ച ഒരാളാണ് നമ്മുടെ വിനു വി ജോണിനെ പോലെ പലരും തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ UDF അധികാരത്തിലെത്തുന്നു, അതും 102 സീറ്റോടുകൂടെ. എന്തായാലും ഈ UDF 10 വർഷത്തിന് ശേഷം അധികാരം തിരിച്ചു കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നിരിക്കണം വിനു വി ജോൺ. ഇനി ഇവിടെ സ്വർഗം വരും, സ്വർഗരാജ്യം വരും എന്ന് അദ്ദേഹം നനച്ചിരിക്കണം. ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോൾ നടന്നിരുന്ന ഒരു തരത്തിലുള്ള അനീതിയും സ്വജനപക്ഷപാതവും ബന്ധു നിയമനമൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് അദ്ദേഹം നനച്ചിരിക്കണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ഈ കൊലച്ചതി ചെയ്തിരിക്കുന്നത്. ഈ വിനു വി ജോണിനെ പോലെ തന്നെ ഈ പിണറായിയെ പുറത്താക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന വേറൊരാളുണ്ടായിരുന്നു. ആൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെയാണ് പറയാറുള്ളത്. ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് നമുക്കറിയില്ല. ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനും ഈ പിണറായിയുടെ ഭരണം ഒന്ന് അവസാനിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറയണ്ടായി ഒരു ചർച്ചയിൽ, ഈ ഭരണം പോയി, പിണറായി ഭരണം പോയിട്ട് UDF അധികാരത്തിൽ വരിക എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഇതിലും ഭേദം പിണറായി തന്നെ ആയിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. എന്നാലും പിണറായി ഒന്ന് തോറ്റു കാണണമെന്നുള്ള ഒരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ബന്ധു നിയമനത്തെപ്പറ്റി നമ്മുടെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം നമുക്ക്. ആ ഒരു സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ, അത് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാന്നുള്ള മനസ്സിലാക്കാം. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തിക്കൂടെ? യാതൊരു ലജ്ജയോ ഉളുപ്പോ ഇല്ലാതെ ഭരണഘടനാ സംവിധാനത്തെ പരസ്യമായി കൊഞ്ഞനം കാണിച്ചുകൂട്ട്. നമ്മുടെ ജയശങ്കർ വക്കീൽ സാറിനും ഈ സണ്ണി ജോസഫിൻ്റെ ആ ചെയ്തി അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. ഈ അളിയന് പണി കൊടുത്തത് വക്കീൽ സാറിനും പിടിച്ചിട്ടില്ല. അപ്പോൾ വക്കീൽ സാറേ, ഈ ഒരു 6 മാസം വേണ്ടി വരുമോ? ഈ പണ്ട് സാറ് പറഞ്ഞില്ലേ, ഈ പിണറായി തന്നെയാണ് ഭേദം എന്നുള്ളത്. 6 മാസമല്ല, 1 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ജനം പറഞ്ഞു തുടങ്ങുമോ? അറിയില്ല അല്ലേ, നമുക്ക് കാത്തിരിക്കാം. പണ്ട് ഈ പിണറായിയുടെ ഭരണകാലത്തെ നമ്മുടെ EP ജയരാജൻ ഏതോ ബന്ധു നിയമനം നടത്തി, പിന്നെ ജലീൽ സാഹിബ് ഏതോ ഒരു ബന്ധു നിയമനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വലിയ ബഹളുണ്ടാക്കിയ ഈ ചില സിംഹക്കുട്ടികളുണ്ടായിരുന്നു കോൺഗ്രസ്സിലെ. ഈ പാവപ്പെട്ട കുട്ടികൾ പഠിച്ച് ഒരു പണിയില്ലാണ്ട് നടക്കുമ്പോൾ ഇവിടെ ഇതാ ബന്ധുക്കൾക്ക് പണി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അന്നത്തെ സിംഹങ്ങളുണ്ടായിരുന്നു. അവരെ ആരെങ്കിലും ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഇടയ്ക്ക് നമ്മുടെ ഈ മലയാളികളുടെ ആ ഓർമ്മ ഒന്ന് പുതുക്കാനേ നല്ലതായിരിക്കും. ഇവരുടെയൊക്കെ ഈ തനി നിറം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. മുഴുവൻ
ചെറുപ്പക്കാർക്കും സ്വപ്നയാവാൻ കഴിയില്ല കേരളത്തിലെ സർക്കാർ സർവീസിൽ കയറാൻ. ഈ ചെറുപ്പക്കാരുടെ അവരുടെ മുഴുവൻ ബന്ധുവായി KT ജലീലിനെ പോലൊരു മന്ത്രിയില്ല. ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ അച്ഛനല്ല കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മന്ത്രി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കണ്ടില്ലേ, അക്കാലത്തെ പിണറായി കാലത്ത് ബന്ധു നിയമനത്തിനെതിരെ അന്ന് നിയമസഭയിൽ കോൺഗ്രസിന്റെ ഒരു സിംഹക്കുട്ടി തിളച്ചു മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പം ആ സിംഹക്കുട്ടി ആ പാർട്ടിയിൽ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്രയും വിവാദം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് സണ്ണി ജോസഫ് സാറിനോട് തന്നെ ചോദിക്കാം. സാറേ, ഇതിലൊരു ധാർമ്മിക പ്രശ്നമില്ലേ? സ്വന്തം അളിയനെ തന്നെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വന്തം പേഴ്സണൽ അസിസ്റ്റൻ്റായി നിയമിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനം കളിയാക്കില്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഇതിനെതിരെയൊക്കെ പോരാടിയവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണി സാറിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്.